അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ പ്ലാനിംഗ് ചൂടിലേക്ക് കടക്കുന്നതിനിടെയാണ് നിലമ്പൂരിൽ PV അൻവറിന്റെ അപ്രതീക്ഷിത രാജി ഉണ്ടായിരിക്കുന്നത്. ചർച്ചകളുടെ ആരംഭഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചെന്നിത്തല, സതീശൻ ഗ്രൂപ്പുകൾ തമ്മിൽ അടിപൊട്ടിയ സാഹചര്യം മുതലെടുത്ത് മുന്നോട്ടു പോകാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിനിടെയാണ് അൻവറിന്റെ രാജി കൂടി ഉണ്ടായത്. ഉപതിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർഷത്തോളം മാത്രമായിരിക്കും നിലമ്പൂരിൽ അൻവറിന്റെ പകരക്കാരനുണ്ടാകൂവെന്ന സാഹചര്യത്തിൽ കൂടി മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങളുമായി BJP നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് വലിയ നീക്കങ്ങൾക്കാണ് പാർട്ടി കരുക്കൾ നീക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. കോർപ്പറേഷനിൽ മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലും സജീവമാകാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. നെയ്യാറ്റിൻകര, നേമം, വട്ടിയൂർക്കാവ് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇപ്പോൾ സജീവ സാന്നിധ്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ നീക്കമെന്നാണ് ചില BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷനും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും മാത്രം കേന്ദ്രീകരിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സുരേന്ദ്രന് പകരക്കാരനായി സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയേൽക്കാനുള്ള സാധ്യതയും BJP കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത്തരമൊരു തീരുമാനം ഉണ്ടാവുകയെന്നാണ് സൂചന. കൂടുതൽ സമയം തിരുവനന്തപുരത്തെ BJP പ്രവർത്തകരോടൊപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ സജീവമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും സൂചന നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കൂടുതലായി തലസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലീകരിക്കാനാണ് തീരുമാനമെന്നും പറഞ്ഞു കേൾക്കുന്നു. കവടിയാറിൽ വാങ്ങിയ പുതിയ വീട് കേന്ദ്രീകരിച്ചാവും രാജീവിന്റെ പ്രവർത്തനങ്ങൾ. അടുത്ത മാസം മുതൽ അവിടെ സ്ഥിരതാമസമാകുമെന്നും സൂചനയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യ പരിഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാരുടെ യോഗം വിളിച്ചിരുന്നു. കോർപ്പറേഷൻ ഓഫീസിലെത്തിയായിരുന്നു BJP അംഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റും പൂജപ്പുര കൗൺസിലറുമായ VV രാജേഷിനൊപ്പമാണ് അദ്ദേഹം നഗരസഭാ ഓഫീസിലെത്തിയത്. മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ TP ശ്രീനിവാസനുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. BJP വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ, ചാല കൗൺസിലർ സിമി ജ്യോതിഷ് എന്നിവരുടെ വീടുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. വിവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിലുള്ള BJP RSS പ്രവർത്തകരെയും അദ്ദേഹം നേരിൽ കാണുകയും ചെയ്തു. ഇവർ പ്രതികളായ കേസുകളിൽ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ചും പരോൾ ലഭ്യമാകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖർ ചർച്ച ചെയ്തതായും സൂചനയുണ്ട്.